ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു അനദർ ട്രാവലിംഗ് വ്ലോഗ്. ഇത് നമ്മൾ KSRTCയിൽ നിന്ന് പോയ വേറൊരു ട്രിപ്പിൻ്റെ വ്ലോഗാണ്. കോട്ടൂർ എലിഫൻറ്റ് റീഹാബിലിറ്റേഷൻ സെൻറ്റർ. ഇത് കാപ്പുകാടാണ് സ്ഥിതി ചെയ്യുന്നത്. തിരുവനന്തപുരം ജില്ലയിലെ കാപ്പുകാട് എന്ന് പറയുന്ന സ്ഥലത്താണ് റീഹാബിലിറ്റേഷൻ സെൻറ്റർ സ്ഥിതി ചെയ്യുന്നത്. ഇവിടെ കുറേ കുട്ടിയാനകളും അതുപോലെ തന്നെ നമ്മുടെ ഏഷ്യയിലെ ഏറ്റവും മുതിർന്ന ആന ആയിട്ടുള്ള സോമൻ ആനയും ഇവിടെയാണ് താമസിപ്പിച്ചിരിക്കുന്നത്. ഒരുപാട് കുട്ടിയാനകളാണ് അവിടെ ഉള്ളത്. അപ്പം നമ്മൾ ഇങ്ങനെ കുറേ ദൂരം കാട്ടിന് ഉള്ളിൽ കൂടെ നടക്കുമ്പം നമുക്ക് ആനയെ കുളിപ്പിക്കുന്ന സ്ഥലം കാണാൻ പറ്റും. ആനയുടെ കുളി കാണാൻ വേണ്ടിയിട്ടാണ് നമ്മളീ പോകുന്നത്. അപ്പം കുറേ ദൂരം നടക്കണം. നമ്മൾ മെയിൻ എൻട്രൻസിൽ നിന്ന് കുറേ ദൂരം നടക്കുമ്പോഴാണ് ഈ സ്ഥലത്തെത്തുന്നത്. ഇവിടെ നമ്മുടെ സോമനാനയും വേറെ 2-3 ആനകളൊക്കെ കുളിക്കുന്നുണ്ടായിരുന്നു. ഇവിടെ വലിയ തിരക്കൊന്നും ഉള്ള സ്ഥലമല്ല. ആളുകളൊക്കെ അറിഞ്ഞൊക്കെ വരുന്നതേ ഉള്ളൂന്ന് തോന്നുന്നു. പക്ഷെ അധികം ആളൊന്നും അവിടെ ഇല്ലായിരുന്നു. ഞങ്ങൾ കുറച്ച് പേരേ ഉള്ളായിരുന്നു പോയതിൽ. പിന്നെ കുറേ കുട്ടിയാനകളുണ്ട് അവിടെ. അവർ നല്ല രസമാണ് അവരുടെ ഡാൻസും ഒക്കെ കാണാൻ വേണ്ടിയിട്ട്. അവരെല്ലാം റെസ്ക്യൂ ചെയ്തിട്ടും അങ്ങനെയൊക്കെ അവിടെ സംരക്ഷിച്ച് വരുന്ന സ്ഥലമാണിത്. ഇവിടെ ഒരു ബോട്ടിംഗ് പ്ലേസും കൂടെ ഉണ്ട്. നമുക്ക് കൊട്ടവഞ്ചി അങ്ങനത്തെ സൗകര്യങ്ങളൊക്കെ ഉണ്ട്. പക്ഷെ നമ്മൾ അതിലൊന്നും കയറിയിട്ടില്ലായിരുന്നു. നമ്മളവിടെ ആനയെ കണ്ടിട്ട് തിരിച്ചു പോരുകയാണ് ചെയ്തത്. ഇതൊക്കെ അവിടുത്തെ 5 മാസവും 5 വയസ്സും 8 വയസ്സും ഒക്കെയുള്ള ആനക്കുട്ടികളൊക്കെയാണ്. അവരിങ്ങനെ വളരെ സന്തോഷത്തോടു കൂടി ആടിപ്പാടിയൊക്കെ നിൽക്കുകയാണ്. അപ്പം നമ്മൾ ഇവിടം ആനകളെയൊക്കെ കണ്ടു കഴിഞ്ഞിട്ട് നമ്മൾ നെക്സ്റ്റ് പോയത് നെയ്യാർ ഡാമിലേക്കാണ്. നെയ്യാർ ഡാമിലോട്ട് പോകുന്ന വഴി നമുക്ക് മാനിൻ്റെ ഒരു പാർക്കുണ്ട്. അവിടെ കുറേ മാനുകളൊക്കെ നിൽപ്പുണ്ടായിരുന്നു. അതുപോലെ തന്നെ കേരളത്തിലെ തുറന്ന ജയിലും നമുക്ക് ആ വഴി പോകുമ്പോൾ കാണാൻ പറ്റും. അപ്പം അത് കഴിഞ്ഞിട്ടാണ് നമ്മൾ നെയ്യാർ ഡാമിൽ എത്തിയത്. നെയ്യാർ ഡാമിൻ്റെ എൻട്രൻസ് ചെയ്ത് നമ്മൾ കുറേ ദൂരം നടക്കുമ്പോഴാണ് ഡാമിൻ്റെ അടുത്ത് എത്തുന്നത്. 1958 നിർമ്മിച്ച ഒരു ഡാമാണിത്. നെയ്യാർ നദിയിലാണ് ഈ ഡാം നിർമ്മിച്ചിരിക്കുന്നത്. ഇതിന് ചുറ്റുമുള്ള പ്രദേശങ്ങൾ വന്യജീവി സംരക്ഷണ കേന്ദ്രമായിട്ടാണ് അറിയപ്പെടുന്നത്. അപ്പം നമ്മൾ കയറി ചെല്ലുമ്പം തന്നെ ഒരു മുരുകൻ്റെ ഒരു ക്ഷേത്രമൊക്കെ ഉണ്ട് അവിടെ. നല്ല ഭംഗിയാണ് അതൊക്കെ, ആ ഒരു അന്തരീക്ഷം കാണാൻ വേണ്ടിയിട്ട്. അത് കഴിഞ്ഞ് നമ്മൾ ഡാമിൽ കൂടെ നമുക്ക് അങ്ങറ്റം വരെ പോകാൻ പറ്റും. അവിടെ ചെല്ലുമ്പോൾ നമുക്കവിടെ ബോട്ടിംഗ്, ഈ ഡാമിൻ്റെ മുകളിൽ നിന്നുള്ള വ്യൂ വളരെ മനോഹരമാണ്. നമുക്ക് താഴെ പാർക്കും അവിടെ സ്വിമ്മിംഗ് പൂളും അതൊക്കെ കാണാൻ പറ്റും. വളരെ നല്ലൊരു കാഴ്ച തന്നെയാണ് നെയ്യാർ ഡാം. അപ്പം ഒരു സൈഡിൽ വെള്ളം കെട്ടി നിർത്തിയിരിക്കുന്നത്, അതും വളരെ മനോഹരമാണ്. അപ്പോൾ നമ്മളിങ്ങനെ ഇവിടുന്ന് നടന്ന് അങ്ങ് അറ്റത്ത് പോയി കഴിയുമ്പോൾ നമുക്കൊരു വ്യൂ പോയിൻ്റ് ഉണ്ട്. ഒരു കെട്ടിടത്തിൻ്റെ മുകളിൽ നിന്ന് നോക്കുന്ന ഒരു വ്യൂ ആണിത്. അത് നമുക്ക് നല്ലൊരു കാഴ്ചയാണ്. നല്ല അന്തരീക്ഷമാണ്, വലിയ ചൂടുമൊന്നുമില്ലായിരുന്നു. പിന്നെ നമ്മൾ പറഞ്ഞ ബോട്ടിങ് നമ്മൾ നോർമൽ ബോട്ടാണ് സെലക്ട് ചെയ്തത്. അതിനകത്ത് 5 പേർക്ക് ഒരാൾക്ക് 125 രൂപ വെച്ചിട്ടായിരുന്നു, 20 മിനിറ്റ്. അതുപോലെ തന്നെ സ്പീഡ് ബോട്ടുണ്ട്. സ്പീഡ് ബോട്ടിൽ ഒരാൾക്ക് 250 രൂപയാണ് 10 മിനിറ്റത്തേക്ക്. അപ്പം അതിൻ്റെ ആ വന്യജീവി സങ്കേതം നമുക്ക് ചുറ്റി നടന്ന് കാണാൻ പറ്റും. നമുക്ക് ഇതിലിരുന്നിട്ട് അവിടെ തന്നെ ലയൺ പാർക്കൊക്കെ ഉണ്ടായിരുന്നു. പക്ഷേ ഇപ്പം ലയണൊന്നും ഇല്ലാത്തതുകൊണ്ട് ഇപ്പം അങ്ങോട്ട് ഞങ്ങൾ പോയിട്ടില്ലായിരുന്നു. പിന്നെ നമുക്കൊരു അവിടെ തന്നെ ക്രോക്കഡൈലിൻ്റെ ഒരു പാർക്കുണ്ട്. അതൊക്കെ നമുക്ക് കാണാൻ വേണ്ടി പോകാം. അപ്പോൾ ഈ ഒരു യാത്ര വളരെ നല്ലൊരു എക്സ്പീരിയൻസ് ആയിരുന്നു. നമ്മൾ ഈ പോകുന്ന റൂട്ടിൽ ഇരുവശങ്ങളിലും നിറച്ച് കാടാണ്. അപ്പോൾ അതിൽ വന്യമൃഗങ്ങളൊക്കെ ഉള്ള കാടാണ്. നമുക്ക് പകൽ സമയങ്ങളിൽ വന്യജീവികളെ ഒന്നും കാണാൻ പറ്റത്തില്ല. മുതലകൾ വരെയുള്ള ഡാമാണിത്. ബോട്ടിങ് കഴിഞ്ഞ് നമ്മൾ പോയത് ക്രോക്കഡൈൽ പാർക്കിലേക്കാണ്. അപ്പോൾ അത് നമ്മൾ ഇറങ്ങുന്ന സൈഡിലുള്ള ഉപ്പിലിട്ട സംഭവങ്ങളാണ്. അപ്പോൾ നിങ്ങൾ പോകുന്നവരൊക്കെ ശ്രദ്ധിച്ച് ഒരു സാധനം ടേസ്റ്റ് ചെയ്തിട്ട് വേണം മേടിക്കാൻ. ഞങ്ങൾക്ക് പണി കിട്ടി, അതുകൊണ്ടാണ് പറഞ്ഞത്. അപ്പം നല്ലത് നോക്കി സെലക്ട് ചെയ്യുക. അപ്പം ഇതാണ് ക്രോക്കഡൈൽ പാർക്ക്. ഇവിടെ 5-6 ക്രോക്കഡൈൽസേ ഉള്ളൂ, ബാക്കിയൊന്നുമില്ല. കൂടൊക്കെ ഒഴിഞ്ഞു കിടക്കുവാണ്. അവിടെ 3D ഷോയും മറ്റു കാര്യങ്ങളൊക്കെ ഉണ്ട്. ആ ബോട്ടിങ്ങും ആ സൈഡിലും അവിടെയും സെപ്പറേറ്റ് ബോട്ടിംഗ് ഒക്കെ സൗകര്യങ്ങളുണ്ട്. എല്ലാത്തിനും സെപ്പറേറ്റ് നമ്മൾ ഓരോന്നിനും ഫീ കൊടുക്കേണ്ടതായിട്ടുണ്ട്.
അത് കഴിഞ്ഞിട്ട് നമ്മൾ തിരിച്ച് ഒരു സൈഡിൽ കൂടെ ഇറങ്ങി അടുത്ത സൈഡിൽ കൂടെ ഇറങ്ങി വരുന്ന താഴത്തെ വ്യൂ ആണ്. നമ്മൾ മുമ്പേ മേളിൽ നിന്ന് കണ്ട അതിൻ്റെ താഴത്തെ വ്യൂ ആണിത്. അത് കഴിഞ്ഞ് നമ്മൾ ഉച്ചയ്ക്ക് ഫുഡൊക്കെ കഴിക്കാൻ വേണ്ടിയിട്ട് കയറി. KSRTCയിലെ ബഡ്ജറ്റ് ടൂറിസത്തിൻ്റെ ഭാഗമായിട്ടാണ് നമ്മൾ പോയത്. പക്ഷെ ലഞ്ചൊന്നും ഇൻക്ലൂഡഡ് അല്ലായിരുന്നു. അപ്പം നല്ലൊരു ഹോട്ടലിലാണ് നമ്മൾ, വിതുരയിലെ ഒരു ഹോട്ടലാണിത്. അവിടെയാണ് നമ്മൾ ഫുഡൊക്കെ കഴിച്ചത്. കാര്യം എന്ന് വെച്ചാൽ വിതുരയിലെ KSRTC ഡിപ്പോയിൽ നിന്നും കുറച്ചും കൂടെ ചെറിയ ബസ്സാണ് പൊന്മുടിയിലേക്ക് പോകാൻ പറ്റത്തുള്ളൂ. അപ്പം നമ്മൾ പൊന്മുടിയിലേക്കാണ് നെക്സ്റ്റ് പോകുന്നത്. അപ്പം ആ യാത്രയിലെ കുറച്ച് കാഴ്ചകളാണിത്. നമ്മൾ നല്ല ജോളിയായിട്ടാണ് പോകുന്നത്. കുറേ ഫാമിലീസും ആൾക്കാരും ഒക്കെ ഇതിലുണ്ട്. ഇത് നമ്മുടെ പൊന്മുടിയിലേക്കുള്ള എൻട്രൻസ് ആണ്. മഴക്കോളുണ്ടായിരുന്നു. മഴ പെയ്തായിരുന്നെങ്കിൽ നമ്മളെ മുകളിലേക്ക് കയറ്റി വിടത്തില്ല. പക്ഷെ മഴ ഇല്ലാത്തതുകൊണ്ട് നമുക്ക് പാസ് കിട്ടി നമ്മൾ മുകളിലോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. 21 ഹെയർപിൻ വളവുകളാണ് പൊന്മുടിയിലേക്ക് ഉള്ളത്. അപ്പം ആ ഹെയർപിൻ വളവുകളൊക്കെ നല്ല ഈസി ആയിട്ട് നമ്മുടെ KSRTC കയറിപ്പോയി. നമുക്ക് KSRTCയിൽ പോകുന്നതുകൊണ്ടൊരു ഗുണമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ഒരു ക്ഷീണം അനുഭവപ്പെടത്തില്ല. കാര്യം ഈ ഇത്രയും ഹെയർപിൻ വളവുകളൊക്കെ കയറുമ്പോൾ മിക്കവാറും ആൾക്കാർക്ക് അതിൻ്റെതായ ബുദ്ധിമുട്ടുകളുണ്ടാവും. പക്ഷേ നമ്മൾ ഈ KSRTCയിൽ അതൊന്നും അറിയത്തില്ല. അടിപൊളിയായിട്ട് നമുക്ക് ട്രിപ്പ് പോയിട്ട് വരാൻ പറ്റും. അപ്പം ആ പോകുന്നതിൻ്റെ കുറച്ച് വ്യൂസാണിതൊക്കെ. കുറച്ച് സമയം കഴിഞ്ഞപ്പോഴത്തേക്ക് കഥയാകെ മാറി. ഭയങ്കര മഴയെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മഴ തകർത്ത് പെയ്തുകൊണ്ടിരിക്കുകയാണ്. നമുക്ക് കാണാൻ പറ്റാത്ത രീതിയിലുള്ള മഴ. അത് നല്ല അത് മഴ കഴിയുമ്പോഴത്തേക്ക് ജസ്റ്റ് ഒന്ന് സ്റ്റോപ്പ് ആകുമ്പോഴത്തേക്ക് ഫുൾ മൂടൽമഞ്ഞാവും. ആ മൂടൽമഞ്ഞിൽ കൂടെയുള്ള യാത്ര അതിമനോഹരമായ ഒരു യാത്രയാണ്. അപ്പം നമ്മുടെ KSRTC ബസ്സിൽ പോകുന്നതും ഒരു നല്ല യാത്ര തന്നെയാണ്. അപ്പം KSRTCയിലെ നമ്മുടെ ഡ്രൈവർ ചേട്ടനാണത്. നല്ല സ്മൂത്തായിട്ട് ഞങ്ങളെ ഇപ്പം 3-4 ട്രിപ്പിലും സെയിം ചേട്ടൻ തന്നെ ആയിരുന്നു നമ്മുടെ ഡ്രൈവർ. നല്ല കോർപ്പറേറ്റീവായിട്ടുള്ള ആളുകളാണ് അതിനകത്തുള്ളതെല്ലാം. ഇത് അവിടുത്തെ ഒരു ക്യാൻറ്റീനാണേ. നമ്മളവിടെ ചെന്നപ്പോഴത്തേക്ക് വീണ്ടും മഴയൊന്ന് സ്റ്റോപ്പായിട്ട് വീണ്ടും തകർത്ത് മഴ പെയ്തുകൊണ്ടിരിക്കുകയാണ്. ആ ക്യാൻറ്റീനാണ്. ക്യാൻറ്റീന് മൊത്തം വെള്ളമായിരുന്നു. കാരണം മേളിൽ നിന്ന് വെള്ളം ഒഴുകുന്ന വെള്ളമെല്ലാം അതിനകത്തുണ്ട്. ഫുൾ ആൾക്കാർ നനഞ്ഞിട്ടാണ്. അവിടെ കട്ടൻ കാപ്പിയും കപ്പയും ചമ്മന്തിയൊക്കെ കിട്ടും. പക്ഷെ ഫുൾ വെള്ളം. അതിനകത്ത് മുറികളിൽ മൊത്തം വെള്ളമായിരുന്നു. അപ്പോൾ ഞങ്ങൾ ചായ കുടിക്കാൻ വേണ്ടി ജസ്റ്റ് അങ്ങോട്ട് പോയി. ഭയങ്കര മഴ. അവിടെ അങ്ങ് നിൽക്കാൻ വയ്യ. അതോ നല്ല ഇടിയും വെട്ടിയാണ് മഴ പെയ്യുന്നത്. അപ്പം കുറച്ച് കഴിഞ്ഞപ്പോഴത്തേക്ക് നമ്മുടെ മഴയൊന്ന് തോർന്നപ്പോഴത്തേക്ക് നല്ല സൂപ്പർ ഫുൾ കോടയായി. നമ്മൾ പ്രതീക്ഷിച്ചതിലും കൂടുതൽ നമ്മൾ ഹാപ്പിയായി. കാര്യം എന്ന് വെച്ചാൽ അത്രയ്ക്ക് കോടമഞ്ഞ് കാരണം നമുക്ക് കാണാനോ ഒന്നും പറ്റാത്ത ഒരു സ്ഥിതി. അപ്പോൾ അവരെല്ലാം കൂടെ ഡാൻസും പാട്ടും റീൽസും ഒക്കെ ആയിട്ട് ഞങ്ങളങ്ങ് അടിച്ചു പൊളിച്ചു. അപ്പോൾ അത് കഴിഞ്ഞ് നല്ലൊരു യാത്രയായിരുന്നു നമ്മുടെ പൊന്മുടി ട്രിപ്പ്. കാര്യം മിക്കവാറും ഇപ്പം വെയിലായതുകൊണ്ട് ഇത്ര കോടമഞ്ഞൊന്നും ചില ദിവസങ്ങളിൽ മാത്രമേ നമുക്ക് കാണാൻ പറ്റത്തുള്ളൂ. ഓരോ യാത്രയിലും നമുക്ക് ഓരോ എക്സ്പീരിയൻസ് ആണ് കിട്ടുന്നത്. നമുക്കിപ്പം ഇന്ന് നമ്മൾ പൊന്മുടി പോയിട്ടിട്ട് നാളെ പൊന്മുടി ചെന്നിട്ട് ചിലപ്പോൾ നമുക്ക് കോട കാണാനോ ഒന്നും പറ്റിയെന്ന് വരത്തില്ല. അത് ഓരോരുത്തരുടെ ലക്ക് പോലെ ഇരിക്കും. അപ്പം നമ്മൾ ചെന്നത് എന്തായാലും നല്ലൊരു ലക്കി ആയിട്ടുള്ള ഡേ ആയിരുന്നു. കുറച്ച് മഴ നമ്മളെ ഒന്ന് വിഷമിപ്പിച്ചെങ്കിലും നമുക്ക് നല്ലൊരു കൺകുളിർമയുള്ള ഒരു അനുഭവമാണ് നമുക്ക് അവിടെ നിന്ന് കിട്ടിയിട്ടുള്ളത്. അപ്പം ഞങ്ങൾ കുറേ നേരമൊക്കെ അവിടെ എൻജോയ് ചെയ്തു. പിന്നെ കുറച്ച് കഴിഞ്ഞപ്പം വീണ്ടും മഴയോട് മഴ. ഈ മഴയ്ക്ക് മുമ്പ് ഈ കോട അങ്ങോട്ട് മാറിയപ്പോഴാണ് നമ്മൾ ഈ ഹില്ലിൻ്റെ അടുത്താണ് നിൽക്കുന്നതെന്ന് പോലും നമുക്ക് തോന്നിയത് അന്നേരമാണ്. ഇത്രയും മലകളാൽ ചുറ്റപ്പെട്ട ഒരു സ്ഥലത്താണ് നമ്മൾ കയറി നിൽക്കുന്നതെന്ന് ആ സമയത്താണ് എനിക്ക് മനസ്സിലായത്. അപ്പം തന്നെയാണ് ഞാൻ ഈ കറക്റ്റ് സ്പോട്ടിൽ എത്തിയെന്ന് തന്നെ മനസ്സിലായത്. ഞാൻ വിചാരിച്ചു നമ്മൾ ഇനിയും പോകുന്നില്ലായിരിക്കും, പകുതി വെച്ച് നമ്മൾ സ്റ്റോപ്പ് ചെയ്തിട്ട് ജസ്റ്റ് ഇവിടെ കണ്ടിട്ട് അങ്ങ് പോകാൻ വേണ്ടിയിട്ടുള്ള തീരുമാനമായിരിക്കും എന്ന് വിചാരിച്ചു. പക്ഷേ സൂപ്പർ ഒരു എക്സ്പീരിയൻസ് ആയിരുന്നു നമ്മുടെ പൊന്മുടി ട്രിപ്പ് എന്ന് പറയുന്നത്. വളരെ വിജയകരമായിട്ട് നമ്മൾ പൊന്മുടി ട്രിപ്പ് ഫിനിഷ് ചെയ്തു. എല്ലാവരും വളരെ ഹാപ്പി ആയിരുന്നു. നല്ലൊരു എക്സ്പീരിയൻസ് ആയിരുന്നു KSRTC ആയിട്ടുള്ള യാത്ര. എല്ലാവരും ഒരു വട്ടമെങ്കിലും നമ്മുടെ KSRTC സപ്പോർട്ട് ചെയ്ത് യാത്രയൊക്കെ പോകണം. അപ്പം കണ്ടുകൊണ്ടിരുന്ന എല്ലാവർക്കും ഒരുപാട് നന്ദിയുണ്ട്. ഇനിയുമുള്ള വീഡിയോസ് കണ്ട് സപ്പോർട്ട് ചെയ്യുക. താങ്ക്